ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അടുക്കളയിലൊക്കെ ഉപകാരപ്പെടുന്ന എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടിപ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകൾ എങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏതെങ്കിലും പേസ്റ്റ് എടുക്കുക. ഞാനിവിടെ കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളർ പേസ്റ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ടത് ഇതുപോലെ നമ്മുടെ പൈപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ പൈപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ബ്രഷ് ചെയ്യുക നന്നായിട്ട് ഈ പേസ്റ്റ്. ഇതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാം. കഴുകുമ്പോൾ വേറെ ബ്രഷൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകുക. പിന്നെ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴുകിയാൽ മാത്രം മതി. നന്നായിട്ട് പൈപ്പ് ക്ലീനായി കിട്ടും. അപ്പോൾ നമുക്ക് അടുക്കളയിലെ സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പും അതുപോലെ ബാത്റൂമിലെ പൈപ്പും ഒക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് പുതിയ പൈപ്പ് പോലെ ആയി കിട്ടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടിപ്പ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് ഉള്ളി എങ്ങനെ എളുപ്പത്തിൽ പൊളിക്കാം, അതുപോലെ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ളി അധികമൊക്കെ പൊളിക്കാനുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു കവർ എടുക്കുക. ഇതേപോലത്തെ ഒരു കവർ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ പൊളിക്കാനുള്ള ഉള്ളിയൊക്കെ ഇടുക. എന്നിട്ട് ഈ കവർ കെട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമുക്ക് പൊളിക്കുന്നതിന് മുന്നേ ഇതുപോലെ എടുത്തിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മളിതെടുത്തിട്ട് പൊളിക്കുകയാണെങ്കിൽ ഉള്ളിയുടെ തൊലി പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊളിഞ്ഞ് കിട്ടും. അത് മാത്രമല്ല, കണ്ണിൽ നിന്ന് സാധാരണ വെള്ളം വരുന്ന പോലെ അധികം അങ്ങനെ വെള്ളം വരില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊളിക്കുകയാണെങ്കിൽ. കണ്ടില്ലേ, നന്നായി എളുപ്പത്തിൽ നമുക്ക് പൊളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ്, നമ്മുടെ ഫ്രിഡ്ജിലുള്ള എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൽ എന്തിൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതൊരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറിക്കിട്ടും. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഒരു സവോള ഇതുപോലെ പകുതി കട്ട് ചെയ്തിട്ട് വെച്ചാലും നല്ലതാണ്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ ഇതുപോലെ ഒരു മൂലയൊക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ സോഡാപ്പൊടി ഇട്ട ബൗൾ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലുള്ള എല്ലാ മണവും മാറിക്കിട്ടും. ഇനി നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗ്യാസ് ബർണറൊക്കെ ഇതുപോലെ എന്താ പറയുക, നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കെങ്കിലും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബൗൾ എടുക്കുക. ഇത് മുക്കിയിടാൻ പറ്റുന്ന ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ബർണർ മുക്കിയിടുക. എന്നിട്ട് ഇതൊരു 8 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ രാത്രി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാ ബർണറും ഇതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരുമിച്ച് മുക്കിയിടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു രാത്രി മൊത്തം ഇങ്ങനെ ഇടുക. ഇതിപ്പോൾ രാവിലെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒരുവിധം ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ കണ്ടില്ലേ, അത് അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് വരച്ച് ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബർണർ നല്ല ക്ലീൻ ആയി കിട്ടും. നല്ല പഴയ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉള്ള ആ ഒരു കളറും കിട്ടും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ ടിപ്പ്. അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും. പഞ്ചസാരയിൽ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും. പഞ്ചസാര എങ്ങനെയൊക്കെ വെച്ചാലും ഉറുമ്പ് കയറും. അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3-4 ഗ്രാമ്പു നമ്മൾ പഞ്ചസാര ഇടുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് കയറില്ല. ഈ ഗ്രാമ്പൂവിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉറുമ്പൊന്നും കയറില്ല. ഇനിയിപ്പോൾ ഉറുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കയറിയ ഉറുമ്പെല്ലാം ഇറങ്ങിപ്പോവാനും നല്ല സഹായമാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പഞ്ചസാരയെന്ന് മാത്രമല്ല, നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ ഇടുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഗ്രാമ്പു ഇടുകയാണെങ്കിൽ ഉറുമ്പ് കയറില്ല. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ടിപ്പ്.
ആറാമത്തെ ടിപ്പ് വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കളയാമെന്നുള്ളതാണ്. അപ്പോൾ കുറേ വഴികളുണ്ട്. അപ്പോൾ അധികം വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതുപോലെ അല്ലികളാക്കി ഇട്ടതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളമൊന്നും ഒഴിക്കണം എന്നില്ല, ജസ്റ്റ് ഇത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് തിരുമ്മിയാൽ തന്നെ ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ച് കളയാവുന്നതാണ്. 7ാമത്തെ ടിപ്പ് നമ്മുടെ കിച്ചണിലെ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡെയിലിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് കൂടാണ്ട് ഇടയ്ക്കൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ, അതുപോലെ സിങ്കിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്കിൻ്റെ ഉള്ളിൽ പോലും നന്നായിട്ട് ക്ലീനായി കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം തന്നെയാണ്. കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് നമ്മുടെ സിങ്ക് ക്ലീനായി കിട്ടും. അതുപോലെ സിങ്കിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളിലേക്കും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പൈപ്പ് പോലും നന്നായിട്ട് ക്ലീനായി കിട്ടും. എന്നിട്ടൊരു 10-15 മിനിറ്റ് അതുപോലെ തന്നെ ഇടുക. അതിനുശേഷം നന്നായിട്ട് ഉരച്ച് കഴുകുക. അപ്പോൾ നമ്മൾ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് സിങ്ക് ക്ലീനായി കിട്ടും. അതുപോലെ സിങ്കിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഈ ഒരു മെത്തേഡിൽ. നമ്മളൊരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. അടുത്ത ടിപ്പ്, നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയൊക്കെ എന്തായാലും നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് കുറച്ചാൾ മുന്നേ ക്ലീൻ ചെയ്തുകൊണ്ട് അത്ര അങ്ങ് കറ പിടിച്ചിട്ടില്ല, എന്നാലും ചിലപ്പോഴൊക്കെ നന്നായിട്ട് കറ പിടിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ജസ്റ്റ് പരന്നൊരു പ്ലേറ്റ് എടുക്കാം. ഇത് അരിപ്പ നമുക്ക് മുക്കിയിടാൻ പറ്റുന്ന രീതിയിൽ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരിപ്പ ഒരു അരമണിക്കൂറൊക്കെ അതിലിങ്ങനെ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ആ കറയൊക്കെ പോയി കിട്ടും. നമ്മൾ ശരിക്കും പുതിയ അരിപ്പ വാങ്ങിച്ച പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് അരിപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് 8ാമത്തെ ടിപ്പ്. 9ാമത്തെ ടിപ്പ്, നമുക്ക് മല്ലിയില എങ്ങനെ കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ മല്ലിയില ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഇതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് കേട്ടോ. കഴുകിയിട്ട് ഇതുപോലൊരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു തുണി വെച്ച് കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് 2 ടിഷ്യൂ പേപ്പർ ഒന്ന് അടിയിലായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മല്ലിയില വരേണ്ടത്. അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിൽ അത് ആയിക്കോളും. എന്നിട്ട് മുകളിലും ടിഷ്യൂ പേപ്പർ വെക്കുക. അതിനുശേഷം ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കും നന്നായിട്ട്. ലാസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിംഗ് ബോർഡ് എങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് ആണെങ്കിൽ നമ്മളിതുപോലെ അരിഞ്ഞിട്ടൊക്കെ പാടുകളും അതുപോലെ കറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലതായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നാരങ്ങ ഒന്ന് പിഴിഞ്ഞുകൂടെ കൊടുക്കണം. ആ നീരും ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് ഇങ്ങനെ ഉരക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മൊത്തം ഞാൻ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്തേക്കുന്നതാണ്. അതിനുശേഷം ഇതിപ്പോൾ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് ആണെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഓയിൽ ഇതിനകത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മരം നന്നായിട്ട് ഇരിക്കും. അപ്പോൾ അതിപ്പോൾ മരത്തിൻ്റെ ബോർഡ് അല്ലെങ്കിൽ എന്താണെങ്കിലും എണ്ണ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് രാത്രിയൊക്കെ തേച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് ആ ഓയിൽ കട്ടിംഗ് ബോർഡിൽ ഇറങ്ങിയിട്ട് നന്നായിട്ട് കിട്ടും നമ്മുടെ ബോർഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.